മസ്റ്റ്, ഷുഡ്, ought to. ഇതിനു മുൻപും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പഠിക്കും തോറും കൺഫ്യൂഷൻ കൂടുന്ന ഒരു ടോപ്പിക്കാണ് മോഡൽ വെർബ്സ്. അതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ മസ്റ്റ്, ഷുഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിന്റെ കാരണം പല മോഡൽ വെർബ്സിനും ഒരേ യൂസ് ആണുള്ളത്. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മസ്റ്റ്, ഷുഡ്, ought to. ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഒരു നോർമൽ കോൺവെർസേഷനിൽ, ഡേ ടു ഡേ കോൺവെർസേഷനിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് മസ്റ്റ്, ഷുഡ്, ought to. വീഡിയോ നോക്കാം. ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം അല്ലെങ്കിൽ തീർച്ചയായും ചെയ്യണം. ഈ സിറ്റുവേഷനിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? വളരെ ശക്തമായ നിർബന്ധമാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. വളരെ ശക്തമായ നിർബന്ധമാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. ഈ സെന്റൻസ് ഒന്ന് നോക്കിയേ. ടീച്ചർ കുട്ടീനോട് പറയാണ്, നീ എന്തായാലും ഇന്ന് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നീ എന്തായാലും ഇന്ന് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് എന്തായാലും സബ്മിറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? യു മസ്റ്റ് സബ്മിറ്റ് ദ അസൈൻമെന്റ്. ഇന്ന് തന്നെ വേണ്ടേ? ടുഡേ ഇറ്റ്സെൽഫ്. ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ നീ നിർബന്ധമായും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആ നിർബന്ധം അത് തീർച്ചയായും ചെയ്തേ പറ്റൂ. യു മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ് ടുഡേ ഇറ്റ്സെൽഫ്. കുട്ടികളെല്ലാവരും എക്സാം ഹാളിൽ കറക്റ്റ് ടൈമിന് എത്തിയിരിക്കണം, നിർബന്ധമായും എത്തിയിരിക്കണം. അപ്പൊ നമുക്ക് പറയാം, സ്റ്റുഡൻസ് മസ്റ്റ് റീച്ച് ദി എക്സാം ഹാൾ ഓൺ ടൈം. കൃത്യസമയത്ത് എത്തിയിരിക്കണം. സ്റ്റുഡൻസ് മസ്റ്റ് റീച്ച് ദ എക്സാം ഹാൾ ഓൺ ടൈം. അപ്പോൾ അത്രയ്ക്കും നിർബന്ധമായും ചെയ്തിരിക്കണം എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. അടുത്തത് ഷുഡ് ആൻഡ് ought to. അതിൽ നമുക്ക് ought to ആദ്യം നോക്കാം. രണ്ടും ഒരുപോലെയൊക്കെ യൂസ് ചെയ്യാമെങ്കിലും കൂടുതൽ ഫോർമൽ ആയിട്ടുള്ളത് ought to ആണ്. കുറച്ചുകൂടി ഫോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ought to ആണ്. നമ്മൾ ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ നമ്മുടെ മോറൽ ഒബ്ലിഗേഷൻ അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ആണെന്ന് പറയാറില്ലേ? ഇവിടെയാണ് കൂടുതലായും നമ്മൾ ought to യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം അത് മോറൽ ഒബ്ലിഗേഷനോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ought to യൂസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യണം, നമ്മളുടെ ഒരു മോറൽ ഡ്യൂട്ടി ആണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? യു ought to respect your parents. You ought to respect your parents. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യണം. You ought to respect your parents. നീ സത്യം പറയണം. അതും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തുടങ്ങി പഠിച്ചു വളരുന്ന കാര്യമാണല്ലേ, എപ്പോഴും സത്യം പറയണം എന്നുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? You ought to speak the truth. Speak the truth. അപ്പോൾ സത്യം പറയണം അല്ലേ? You ought to speak the truth. എന്നാൽ ഈ സെന്റൻസ് നോക്കിയേ, നീ ഹെൽത്തി ഫുഡ് കഴിക്കണം. ഇത് ചെയ്തേ പറ്റൂ എന്ന രീതിയിലല്ല, ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്ന രീതിയിലാണ്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ അവിടെ മസ്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഷുഡ് ആണ്. ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഡ് ആണ്. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡ് ഇത് നിർബന്ധമല്ല, നമ്മളൊരു അഡ്വൈസ് പോലെ കൊടുക്കുന്നതാണ്. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. നീ ഹെൽത്തി ഫുഡ് കഴിക്കണം. നീ റെഗുലറായിട്ട് പഠിക്കണം. നീ റെഗുലറായിട്ട് പഠിക്കണം. അഡ്വൈസ് ആണ് അല്ലേ? യു ഷുഡ് സ്റ്റഡി റെഗുലർലി. യു ഷുഡ് സ്റ്റഡി റെഗുലർലി. നീ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കണം. ആ ഒരു പാറ്റേൺ നീ ഫോളോ ചെയ്യണം. യു ഷുഡ് സ്റ്റഡി റെഗുലർലി. ഇനി ഈ സെന്റൻസസ് നോക്കിയേ. നീ സ്കൂളിൽ വരുമ്പോൾ നിർബന്ധമായും യൂണിഫോം ധരിക്കണം. ഇത് നിർബന്ധമാണ്, നീ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം നമുക്ക് പറയാം, യു മസ്റ്റ് wear your uniform.
ഒരു റൂള് പോലെയോ അല്ലെങ്കിൽ നിർബന്ധപൂർവം നമ്മൾ തീർച്ചയായും അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തു. യു മസ്റ്റ് വെയർ യുവർ യൂണിഫോം. ഇനി നമ്മൾ പറയാണ് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യണം. ഇത് ഞാനൊരു റൂള് പോലെയല്ല പറയുന്നത്, ഇത് ഞാൻ ഒരു അഡ്വൈസ് പോലെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം യു ഷുഡ് യൂസ് ഹെൽമെറ്റ് വൈൽ റൈഡിങ്. യു ഷുഡ് യൂസ് ഹെൽമെറ്റ് വൈൽ റൈഡിങ്. ഇനിയുള്ള സെന്റൻസ് നോക്കിയേ. നീ നിന്റെ ക്ലാസ്മേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യണം. ഇത് ഒരു മോറൽ ഒബ്ലിഗേഷൻ പോലെയാണ് അല്ലേ? യു ought to help your classmates. ഇതൊരു റൂളോ നിർബന്ധമോ ഒന്നും അല്ല, നമ്മളുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് പറയാം യു ought to help your classmates. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്തു, പിന്നെ ഷുഡ്, പിന്നെ ought to. സിറ്റുവേഷൻ അനുസരിച്ച് ഈ മോഡൽ വെർബ്സ് മാറി. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. എന്നാൽ കോൺവെർസേഷനിൽ കൂടുതൽ തെറ്റുകൾ വരുന്നതും മോഡൽ വെർബ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.